ചത്താ പച്ച എന്ന് പടം കണ്ടു. അനാവശ്യമായിട്ടുള്ളൊരു ക്യാമിയോ ഉണ്ട്. അത് മാത്രം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷേ വേറെ ലെവൽ പടം എന്ന് ഞാൻ പറഞ്ഞേനെ, സജസ്റ്റ് ചെയ്തേനെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലെ കുറേ എലമെൻറ്റ്സ് ഒരു ആക്ഷൻ കോമഡി ജോണറിലുള്ളൊരു പടം. ഒരു മലയാളി ട്രിബ്യൂട്ടാണ് റെസ്ലിങ്ങിനെ പറ്റി, ഡബ്ല്യു പറ്റി അതിനറിയുന്നവർ. ഇപ്പോൾ 90s കിഡ്സിനൊക്കെ ഒരുപാട് റെഫറൻസുകളുണ്ട് ഈ സിനിമയിൽ. ഒരുപാട് നമ്മൾ ആസ്വദിച്ച് കണ്ടിട്ടുള്ള നമുക്ക് നമുക്കിങ്ങനെ എണ്ണി പറയാൻ പറ്റുന്ന നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു 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 നൊസ്റ്റാൾജിക് ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ ഫിൽഡാണ്. ആൻഡ് ഇതിൽ നല്ല നല്ല രീതിയിലുള്ള കോമഡീസും വർക്കൗട്ട് ആയിട്ടുമുണ്ട്. ചെറിയ കുറേ സാധനങ്ങളാണ്. അതിപ്പോൾ ഇൻജെക്റ്റ് ചെയ്യുന്ന അതൊന്നും സാധനങ്ങളൊന്നുമല്ല. സിറ്റുവേഷനിലായിട്ട് വരുന്ന ചെറിയ കുറച്ച് നോർമൽ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്ന ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഭയങ്കര ഓർഗാനിക് ആയിട്ട് വരുന്ന രീതിയിലുള്ള കുറേ കൗണ്ടറുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട് ഈ സിനിമയിൽ. ഈ ക്യാമറയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഞാൻ അവസാനം പറയാം എന്താണ് പ്രശ്നം. സിനിമ തുടങ്ങുമ്പോൾ ഇനീഷ്യലി ഒന്ന് ക്ലച്ച് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സിനിമയുടെ ഒരു ഫോർമാറ്റ് അങ്ങനെയാണ് സംഭവിച്ചു. ഇത് ഒട്ടുമിക്ക എല്ലാ സ്പോർട്സ് പടങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും. ഇനീഷ്യലി നമുക്കൊന്ന് ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇതിൽ ഇതേപോലെ തന്നെ ആ ട്രാക്കിലേക്ക് എത്തി നമ്മൾ ആ ഒരു റിങ്ങി കയറിയാൽ പിന്നെ അങ്ങോട്ട് പടം ഭയങ്കര എൻഗേജിങ് ആണ്. പിന്നെ വരുന്ന സീക്വൻസുകളൊക്കെ ഞാൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ക്രൗഡായിട്ടുള്ള ഒരു തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. ഇത് ക്രൗഡ് ഡിമാൻഡ്സ് ഇട്ട്, അല്ലെങ്കിൽ നമുക്കിത് ആവശ്യമുണ്ട്, ഇനിയും ഇവരെ കൊണ്ട് വേണം, അല്ലെങ്കിൽ ഇവർ കോമഡി കൗണ്ടർ നിർത്തരുത്, ഇവർ ഇനിയും ഫൈറ്റ് ചെയ്യണം, ഇനിയും കുറേ ആക്ഷൻ സീക്വൻസുകൾ കാണണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ കാസ്റ്റ് ഗംഭീരമാണെന്ന് പറയാം. കുറേ പുതിയ ഫേസസ് ഞാൻ കണ്ടു. എല്ലാവരും നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരാണ്. എല്ലാവരും ആ ചെറിയ കുട്ടി മുതൽ എല്ലാവരും കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോ ക്യാരക്ടേഴ്സിനും യുണീക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ റെസ്ലിങ്ങിലൊക്കെ ഓരോരുത്തരും സ്പെഷ്യലായിട്ട് ഇപ്പോൾ കോസ്റ്റ്യൂം ഇട്ട് വരുന്ന സമയത്ത് ഓരോരുത്തരും നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ കെയ്ൻ ഇങ്ങനെയായിരിക്കും, അണ്ടർടേക്കർ ഇങ്ങനെയായിരിക്കും, ട്രിപ്പിൾ എച്ച് ഇങ്ങനെയായിരിക്കും, റാൻഡി ഓർട്ടൺ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ മൈൻഡിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ആയി നിൽക്കുന്ന പോലെ തന്നെയാണ് ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ എന്തോ മറ്റേ റോബോ കിളിയോ ദെൻ മറ്റേ ഭസ്മാസുരൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ, ഇതേപോലെ തന്നെ അവർക്ക് യുണീക്ക് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കൊടുത്ത് അതിൽ കുറേ കോമഡി ജനറേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ നല്ല നല്ല തറവായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചേ ഉള്ളൂ. അത് കുറച്ചേ ഉള്ളൂ എന്നല്ല, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറേ കൂടി വേണം എന്നുള്ള രീതിയിൽ. കാരണം അത് നമ്മൾ എൻജോയ് ചെയ്തു. ക്രൗഡ് ഫുള്ളായിട്ട് ഇവർ വരുന്ന സീക്വൻസുകളൊക്കെ ചിരിച്ച് മറയ്ക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ സിനിമയിൽ അതൊരു പർട്ടിക്കുലർ പോർഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കഥ പോകണമല്ലോ, കഥ ഇനി ബാക്കി കാണിക്കില്ല എന്ന് പറഞ്ഞ് ആ സീക്വൻസുകളൊക്കെ അവർക്ക് ലിമിറ്റഡ് ആക്കാൻ പറ്റും. ഇത് കുറേ ഒരുപക്ഷേ അത് തന്നെ ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ മലയാളത്തിലെ തന്നെ ഒരു ഫുൾ ഓൺ കോമഡി എൻ്റർടൈനർ ആയേനെ. അത് മാത്രം അവർ ഫോക്കസ് ചെയ്ത് ഫുൾ പടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സീരിയസ് മോഡിലേക്കൊന്നും പടം പോവാതെ പക്കാ കോമഡി എൻ്റർടൈനർ ആയിട്ട് ഇവർക്ക് ഫുള്ളായിട്ട് ചെയ്യായിരുന്നു. അത്ര നന്നായിട്ട് അത് ഗംഭീരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ ആക്ഷൻ സീക്വൻസുകളും ആക്ഷൻ കൊറിയോഗ്രാഫിയും ടോപ്പ് നോച്ച്, അടിപൊളി, ഒരു രക്ഷയില്ല. അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ കൊറിയോഗ്രഫി ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു സ്റ്റേജിങ്ങും ലൈറ്റിങ്ങും എല്ലാ ആസ്പെക്റ്റുകളിലും ആക്ഷൻ ബ്ലോക്കുകളും അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സും എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതിൻ്റെ എഡിറ്റ് ചെയ്ത പാറ്റേണും അതിലെ സ്ലോമോയും ഒരു പക്കാ മലയാളി റെസ്ലിംഗ് കാണുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ സിനിമയിൽ ഉടനീളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. സോ റെസ്ലിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ സിനിമയ്ക്ക് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ക്ലച്ച് പിടിക്കാൻ കുറച്ച് ടൈമും, പിന്നെ മെയിനായിട്ട് സിനിമ കയ്യിൽ നിന്ന് പോയത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലാണ്. അതായത് സിനിമ നല്ല എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ബന്ധമില്ലാതെ നമ്മുടെ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ വരും. നമുക്കറിയാം മൂപ്പരുടെ ക്യാമിയോ ഉണ്ട് എന്നുള്ളത്. വാൾട്ടർ എന്നാണ്. ഈ നമുക്ക് അറിയാലോ, ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഈ വാൾട്ടർ ഈ പുലി വരുന്നേ എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയിൽ വാൾട്ടറിനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഐ തിങ്ക് നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ടിന് ശേഷം അതിലെ നെയ്യാറ്റിൻകര ഗോപൻ മറ്റേ ഗാനഭൂഷണം ഈ സാധനം പറഞ്ഞതിന് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ വാൾട്ടർ എന്നായിരിക്കും. ഈ വാൾട്ടറിൻ്റെ പിള്ളേർ, വാൾട്ടറിൻ്റെ വാച്ച്, വാൾട്ടറിൻ്റെ ട്രൗസർ, വാൾട്ടറിൻ്റെ ചെട്ടി എന്ന് പറഞ്ഞ് വാൾട്ടറാണ് ഫസ്റ്റ് ഹാഫ് ഫുള്ള്. ഈ കേട്ട് ബ്രേക്കിംഗ് ബാഡിൽ പോലും ഇത്രയും വാൾട്ടർ വൈറ്റ് കേട്ടിട്ടില്ല. അത്രയും വാൾട്ടർ എന്ന് പറഞ്ഞ് ഓരോ സീനിലും വാൾട്ടർ ഭയങ്കര അരോചകമായിരുന്നു. ശരി, എന്തോ ആയിക്കോട്ടെ. അവസാനം ഈ വാൾട്ടർ വരുമ്പോൾ ഈ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്ന പോലെ മൂപ്പരെ ഒരു 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 ബന്ധമില്ലാത്തൊരു ക്യാരക്ടറൈസേഷൻ. ഞാനൊക്കെ ഒരു ബിഗ് ബിയിലെ മമ്മൂക്കയെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഈ മാമാങ്കത്തിലെ മമ്മൂക്കില്ലേ, നമ്മുടെ സാരി ഉടുത്ത് വരുന്ന സെറ്റപ്പ്, അത് വന്നെങ്ങനെയുണ്ട് ആ രീതി ഒരു കൺവെൻഷൻ കൂടി എഴുതാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ രീതിക്ക് ഒരു അവിഞ്ഞൊരു ക്യാരക്ടറൈസേഷൻ
ഒരു അത് മാത്രമാണ് ഈ സിനിമയിൽ ഒരു ഒരു ബന്ധവുമില്ലാതെ വന്നത്. അത് കട്ട് ചെയ്തിട്ടാണെങ്കിൽ വേണമെങ്കിൽ ഇവർക്ക് റിലീസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഇറക്കാം. കാരണം ആ ക്യാരക്ടർ ഇല്ലെങ്കിലും ഈ ഒരു പടം ഓടും. ആ ക്യാരക്ടറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇവരെ വെച്ച് സെറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനീ പറഞ്ഞ ആ ഒരു പുതിയ കാസ്റ്റ് മാത്രമല്ല, നമ്മുടെ അർജുൻ അശോകനും റോഷനും ഒക്കെ എല്ലാവരും കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ അവരെ കൊണ്ട് തന്നെ സിനിമ ത്രൂ ഔട്ട് കൊണ്ടുപോയി സിനിമ സുഖമായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കാം. അവരുടെ ആ ഒരു കോൺഫ്ലിക്റ്റുകളും സുഖമായിട്ട് സിനിമയിൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അനാവശ്യമായിട്ട് ഈ വാൾട്ടർ ക്യാരക്ടറിന് വരേണ്ട ഒരു അനാവശ്യ ക്യാമിയോ ഒരു ആവശ്യമില്ല. അത് വന്ന സമയത്ത് തിയേറ്ററിൽ അത്രയും നേരം ഇപ്പോൾ കൈയടിച്ച ആൾക്കാരൊക്കെ ഇരുന്ന് കൂവാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ക്രൗഡ് മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡായി. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് ക്രൗഡ് ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഒരു ആവശ്യമില്ലാത്തൊരു ക്യാമിയോ. അത് മാത്രമേ ഈ സിനിമയുടെ ഒരു വലിയ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു തെറിച്ച് നിൽക്കുന്ന, ഒരു മുഴച്ച് നിൽക്കുന്ന ഒരു വലിയൊരു പ്രശ്നം. ഊക്ക് കിട്ടാൻ വേണ്ടിയിട്ടേ ഒരു സാധനത്തെ കൊണ്ട് ഫേസ് ചെയ്തു. ഇനിയിപ്പോൾ ഇവർക്കിങ്ങനെ ഒരു കൊച്ചി ബേസ്ഡ് അല്ലെങ്കിൽ കൊച്ചി സ്ലാങ് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ വേണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെറൈറ്റി പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മൂപ്പരെ കൊണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ കൊണ്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ നമ്മുടെ ചോട്ടാ മുംബൈയിലെ തലേനെ കൊണ്ടുവരുമായിരുന്നു. ഇതിലും നന്നായിട്ട് വർക്കായാണ് ഒരു പക്ഷേ ലാലേട്ടന്. ഒരുപക്ഷെ അത് ഇവർ റെഫറൻസ് കാണിക്കുന്നുണ്ട് ഇനീഷ്യലി ഒരു ചോട്ടാ ബോംബെ സിനിമ കാണാൻ പോകുന്നതൊക്കെ ചെറുപ്പത്തിൽ. അത് മാറ്റിയിട്ട് ആ ഒരു ക്യാരക്ടർ ഒരുപക്ഷെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റയർലി ഇതിൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ മാറിയിട്ടുണ്ടാവും. സിനിമ ഒരുപക്ഷെ ടോക്ക് ഓഫ് ദി ടൗൺ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും. പക്ഷേ ഈ സാധനം ഊക്ക് കിട്ടാനുള്ള സാധനം മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഒരു നെഗറ്റീവ് ആണെങ്കിലും ബാക്കി ഈ സിനിമയിൽ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഈ സിനിമ കാണാതിരിക്കരുത്. അതൊരു ഓക്കെ നമുക്ക് വന്ന് പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസും ഈ ഗംഭീര ടാലൻറ്റഡ് ആയിട്ടുള്ള കാസ്റ്റിൻ്റെ പെർഫോമൻസും എനിക്ക് ആ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അല്ല ഈ ഇത്രയും ഇത്തിരിയേ ഉള്ളത്, പക്ഷേ എത്ര നന്നായിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂ ഒന്നും ഞാൻ കണ്ടില്ല. ഫസ്റ്റായിട്ട് ആദ്യമായിട്ടാണ് ഈ പടത്തിൽ കാണുന്നത്. അതുപോലെ പുതിയ കുറേ ഫേസസ് ഉണ്ട്. അവരെല്ലാം നല്ല കിടിലനായിട്ട് നല്ല സ്യൂട്ടാവുന്ന കുറേ ക്യാരക്ടേഴ്സും അവരുടെ കോസ്റ്റ്യൂംസും എല്ലാം പൊളി. ബസ് മാസ്റ്ററിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ആളെ ഞാൻ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. എന്ത് നല്ല ഡയലോഗ് ഡെലിവറിയും നല്ല ഓർഗാനിക്കായിട്ട് വരുന്ന കുറേ കൗണ്ടേഴ്സും മൂപ്പരുടെ ആ ഒരു ചെറിയ ഫേഷ്യൽ എക്സ്പ്രഷൻസും എല്ലാം കിടിലനായിരുന്നു. പിന്നെ ആ ഒരു ഭസ്മം വെച്ചിട്ടുള്ള പ്രയോഗങ്ങളും പൊളി. അങ്ങനത്തെ കുറേ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സൊക്കെ തന്ന് നല്ല വൈബായിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ, തിയേറ്ററിലിരുന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. ഈ ഒരു ക്യാമിയോ ഉള്ളത് കൊണ്ട്, ഈ അവസാനത്തെ ആ ക്യാമിയോ വർക്കാവാത്തത് കൊണ്ട് മാത്രം ഈ സിനിമ കാണാതിരിക്കരുത്. ഇടയിൽ വർക്കായ കുറേ കോമഡീസും കുറേ കൗണ്ടേഴ്സും കുറേ നല്ല ആക്ഷൻ ബ്ലോക്കുകളൊക്കെ കൂടിയുള്ള ഒരു നല്ല എൻ്റർടൈനറായിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. പക്ഷേ മറ്റേത് മാത്രം ഒരു കട്ട് ചെയ്തിട്ട് റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയുള്ള ഷോയിൽ എന്ന് മാത്രമേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുള്ളൂ. ഒരു പക്ഷേ കാരണം അത് ഈ സിനിമയുടെ ഒരു വലിയ നെഗറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ എൻ്റെ നോട്ടിൽ നമ്മൾ കണ്ടിറങ്ങുന്ന സമയത്ത് അവസാനം കൊണ്ട് കലടച്ചു നമ്മൾ പറയില്ല, ആ സെറ്റപ്പാണ്. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുടാബീനെ വെരി എന്താ പറയുക, ഒരു വേറെ ലെവൽ സാധനം. അങ്ങനത്തെ ഒരു ട്രിബ്യൂട്ട് ഒരു പക്ഷേ ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഞാൻ എവിടെയും കൊടുത്ത് കണ്ടിട്ടില്ല, പുറത്തും. ഇപ്പോൾ ഈ ഒരു WWE അതുകൊണ്ട് തന്നെ 90s കിഡ്സിനൊക്കെ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളെ പൈൽ ഡ്രൈവറും മറ്റേ ചോക്സ്ലാമും 619 ഒക്കെ ഇടുന്ന സമയത്ത് അമ്മതൊരു ആവേശമാണ്. സോ അങ്ങനത്തെ റെസ്ലിംഗ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് ഇല്ലാത്തവർക്കും മനസ്സിലാവും. നമുക്ക് ആ കോമഡിയും അവരുടെ ക്യാരക്ടറൈസേഷനും അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ മാനേഴ്സും ഒക്കെ കണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചിരിയും വരും. സോ എല്ലാവരും തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് പോയി കണ്ടുവെക്കുക. ഒരു രീതിയിലുള്ള അഡൽട്ട് കണ്ടൻസും ഇല്ലാത്ത നല്ലൊരു ഫാമിലി എന്നല്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന യങ് ഓഡിയൻസിന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാമിയോ മാത്രം പ്രശ്നം. പക്ഷേ ബാക്കിയെല്ലാം സെറ്റ് പടമായിട്ടുള്ളൊരു പടം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടുവെക്കാം. ഡോൾബി അറ്റ്മോസ് സിസ്റ്റം എല്ലാം പ്രോപ്പറായിട്ട് വർക്കായിട്ടുള്ള നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വരുന്നൊരു പടം കൂടിയായിട്ട് ഫീൽ ചെയ്തു. ക്യാമിയോ കേട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം കേട്ടിട്ട് കാണാതിരിക്കരുത്. നല്ലൊരു തിയേറ്റർ വാച്ച് തന്നെയുള്ള ഒരു പടം തന്നെയാണ്. കണ്ടുവെക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.